ഹായ് ഫ്രണ്ട്സ്, നമുക്ക് SSC MTS വന്ന ഒരു ഫിസിക്സിലെ ന്യൂമറിക്കൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. 2 masses of 1 kg, മാസസ് ഒക്കെ എത്രയാണ് തന്നത്? 1 kg-യും 2 kg-യും മാസ് നമുക്ക് തന്നിട്ടുണ്ട്. വേർ ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 3.2 മീറ്റർ. ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 3.2 മീറ്റർ ആണ് തന്നിട്ട്. ദയർ റെസ്പെക്റ്റീവ് വെലോസിറ്റീസ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട് ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് അതിന്റെ വെലോസിറ്റി ആണ്. ഇപ്പൊ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് കുറച്ച് മേലെയാണ് ഇരിക്കുന്നത്, താഴത്തേക്ക് വരണം. അപ്പൊ ഇവിടെ ഉള്ളത് എന്താ? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഈ എനർജി വന്നുകൊണ്ടിരിക്കുമ്പോൾ വെലോസിറ്റി കൂടി 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 താഴെ എത്തുമ്പോൾ എന്താവും? കൈനറ്റിക് എനർജി മാക്സിമം ആവും. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്താവും? പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവും. എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇവിടെ കൈനറ്റിക് എനർജി മിനിമം. അപ്പൊ ഇവിടത്തെ ഈ പൊട്ടൻഷ്യൽ എനർജി ടോട്ടലി എന്തായി മാറും? കൈനറ്റിക് എനർജി ആയി മാറും. അപ്പൊ ആ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്താ? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്താ? കൈനറ്റിക് എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ mgh അത് ഈക്വൽ ടു എന്താ? കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് mv² ആണ്. ഇപ്പൊ നമുക്ക് ഈ എം എന്താ കട്ട് ചെയ്ത് കളയാം. എം കട്ട് ചെയ്തു. ജി ക്വസ്റ്റ്യന്റെ എത്ര എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 എടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 3.2 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു v². അപ്പൊ ഇവിടെ എത്ര? 32 ഇൻറ്റു 2 എത്ര? 64 ഈക്വൽ ടു v². അപ്പൊ 64 ഈക്വൽ ടു v². അപ്പൊ വിയുടെ വാല്യൂ എന്താ? 8 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ 1 kg ഇടുമ്പോൾ നമുക്ക് ഇവിടെ 1 kg ഇട്ടാലും എന്താ? 2 kg ഇട്ടാലും എന്താ? 8 ആയിരിക്കും വി വരാൻ. അപ്പൊ ബോത്ത് എന്താ? രണ്ടിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 8 m/s² ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവണം മാറുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ? പൊട്ടൻഷ്യൽ എനർജിനെയും കൈനറ്റിക് എനർജിനെയും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും.